ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ മഞ്ചന്മാർക്കും മഞ്ചത്തികൾക്കും മല്ലുജൂസറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 2-3 വീഡിയോ ആയിട്ട് ഇപ്പോൾ വ്ളോഗായിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ പല സുഹൃത്തുക്കളും ഈ ചാനലിലേക്ക് വന്നിട്ടുള്ളത് ജ്യൂസ് വീഡിയോകൾ പ്രതീക്ഷിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ മറ്റൊരു ജ്യൂസ് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ രൂപത്തിലും അതേ മൊഞ്ചിലുള്ള ഒരു വാനില മിൽക്ക് ഷേക്കാണ് ഇന്ന് നമ്മൾ അടിക്കാൻ പോകുന്നത്. മഴക്കാലൊക്കെയാണ്, ജ്യൂസിനുള്ള വ്യൂവേഴ്സ് കുറവായതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് വീഡിയോകളുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് ജ്യൂസ് വീഡിയോകളുമായിട്ട് കാണാം. ഇതിന് മുമ്പുള്ള വീഡിയോ, അതായത് കവളപ്പാറ വിഷയം, അതായത് 21ഓളം കുടുംബങ്ങൾ, ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും IDDP ഡിപ്പാർട്ട്മെന്റിന്റെയും സർക്കാരിന്റെയൊക്കെ അനാസ്ഥ മൂലം ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിലാണ് കഴിയുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കഴിവിന്റെ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് അധികാരികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അവർക്ക് നിങ്ങൾ കാരണം ഒരു വീട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. നമുക്കൊന്നും ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരും, സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. എന്നാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ, അധികാരികളിലേക്ക് എത്തുന്നത് വരെ നമ്മൾ ഷെയർ ചെയ്യുക. അവരതിൽ പ്രത്യേകിച്ച് പറയുന്ന ഒരു വിഷയമുണ്ട്, ഞങ്ങൾ അവിടെ പോയിട്ട് വീട് കയറ്റി അടുത്ത മലവെള്ളപ്പാച്ചിൽ ഞങ്ങളും അങ്ങ് പോകുമെന്ന് അവർ പറയുന്നുണ്ട്. ആ മരണത്തിന്റെ കെണിയിൽ നിന്ന്, ആ മരണത്തിന്റെ അടുത്തു നിന്ന് ചിലപ്പോൾ നിങ്ങളൊരു ഷെയർ കാരണം അവരെ ജീവിതത്തിലേക്ക് വീണ്ടും വലിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ. വാനില ഐസ്ക്രീമും കട്ടപ്പാലാണ് ഇതിക്ക് മെയിൻ ഐറ്റം. അത് കൂടുതൽ നേരം മിക്സിയിൽ അടിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ഷുഗർ പൗഡർ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഒരു 350 ml ഗ്ലാസ്സാണ് ഞാൻ 2 എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഷേക്ക് അടിക്കുമ്പോൾ അതിലേക്ക് ഒരു 500 ml കട്ടപ്പാൽ, നല്ല കട്ടിയായിട്ടുള്ള പാലന് ഇട്ട് കൊടുത്തോളി. പിന്നെ നമ്മളെ മെയിൻ ഐറ്റം വാനില ഐസ്ക്രീം, സ്കെയിൻ്റെ വാനില ഐസ്ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ട ഏതാ വെച്ചാൽ എടുക്കാം കേട്ടോ. ഞാൻ ഇത് കിട്ടിയോണ്ട് ഇത് എടുത്തു എന്ന് മാത്രം. അപ്പോൾ 2 വാനില മിൽക്ക് ഷേക്ക്, 2 സ്കൂപ്പ്, അത്യാവശ്യം മീഡിയം വലുപ്പത്തിലുള്ള 2 സ്കൂപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് മതിയാകും. പിന്നെ നിങ്ങളെ കയ്യിൽ തേൻ ഉണ്ടെങ്കിൽ, നിർബന്ധമല്ല, ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓപ്ഷണലാണ്, അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ടേസ്റ്റി ആയിക്കോട്ടെ അതിനും വേണ്ടിയിട്ട്. പിന്നെ അതിക്ക് കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പ് 2 പീസ് വെച്ച് ഇട്ട് കൊടുത്തോളി. പിന്നെ മിൽക്ക് മേഡ്, അമലിൻ്റെ മിൽക്ക് മേഡാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക, ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി, അത്ര കൂടുതലൊന്നും വേണ്ട, ചെറുങ്ങനെ ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടി. ഇനി അത് മിക്സിയിൽ തന്നെ അടിച്ച് ശരിക്കും അടിച്ചെടുക്കുക. അപ്പോൾ അത്ര കൂടുതൽ സമയമൊന്നും ഇത് മിക്സിയിൽ അടിയേണ്ട ആവശ്യമില്ല. കാരണം ഷുഗർ പൗഡർ, അതേപോലെ തന്നെ ഐസ് പാല്, പിന്നെ വാനില ഐസ്ക്രീം, കുറച്ച് തേന്, പിന്നെ ബദാം, മിൽക്ക് മേഡ്, ഇതൊക്കെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അത് മിക്സ് ആവാൻ അത്ര വലിയ സമയം എടുക്കൂല, പെട്ടെന്ന് തന്നെ ഷെയ്ക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ വാനില ഷെയ്ക്ക് ഇവിടെ അടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ സ്ട്രോബെറീൻ്റെ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രോബെറി സിറപ്പാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത്ര വലിയ പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മളെ വാനില ഷേക്കാണ് ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിയിൽ ഉള്ള വാനില ഷേക്ക് തന്നെയാണ്. ഇനി അതിൻ്റെ മുകളിൽ നമുക്കൊരു സ്കൂപ്പ്, വാനിലയുടെ സ്കൂപ്പ് വെച്ച് കൊടുക്കാം. ഇനി ഒരു മൊഞ്ചിനും വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ചെറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓരോ പീസ് അതിൻ്റെ മുകളിലാണ് വെച്ച് കൊടുത്തോളിയും. കുറച്ച് ബദാമും വണ്ടിപ്പരിപ്പൊക്കെയാണ് കട്ട് ചെയ്താണ്ട് അതും അതിൻ്റെ മുകളിലാണ് വിതറിക്കളയും. ഇനി സിറപ്പ് ഉണ്ടെങ്കിൽ അതും കുറച്ചാണ് സ്പ്രെഡ് ചെയ്തളയും. കാരണം കാണാനൊരു മൊഞ്ചായിക്കോളും. നമ്മളെ വീട്ടിലൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ഈ സാധനം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. അപ്പോൾ മൊഞ്ചാക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. നല്ല അടിച്ചാൽ പൊളി വാനില ഷേക്ക് റെഡി. സംഗതി ഇതേ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിക്കണേ. അപ്പോൾ നമ്മളെ വീട്ടിലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തോളി. ഇത് കണ്ടില്ല, ഞങ്ങൾ ക്ലാസ്സാണ് കൊത്തിപ്പറിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. ഞാൻ എന്നും ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ.